بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൻ നിസായിലെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിശുദ്ധ വചനങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിജ്ഞാനത്തിൻ്റെ ഈ ഇൽമിൻ്റെ പ്രാധാന്യം നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. എല്ലാ ജനങ്ങളും ഈ അറിവ് കൊണ്ട്, വിജ്ഞാനം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇൽമിൻ്റെ നിസ്ഫാണ്, ഇൽമിൻ്റെ പകുതിയാണ് അനന്തരാവകാശ ശാസ്ത്രം എന്നും സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ പോലുള്ള പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി വിവരിച്ച നിയമങ്ങളാണ് അനന്തരാവകാശ നിയമങ്ങൾ. വലിയ പ്രാധാന്യമാണ് പണ്ഡിതന്മാർ ഈ ശാസ്ത്രത്തിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം മുമ്പ് ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചത് പ്രകാരം ഈ അധ്യായം, ഈ വിജ്ഞാനം കർമ്മശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ഒരു അധ്യായമാണെങ്കിലും ഇതിൻ്റെ പ്രാധാന്യം കാരണം പണ്ഡിതന്മാർ ഈ വിഷയത്തെ മാത്രം ആസ്പദമാക്കി ഗ്രന്ഥങ്ങൾ വരെ എഴുതിയിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒരു കാവ്യരൂപത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് അല്ലാമ റഹബി എഴുതിയ അർ റഹബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം. 3 ആയത്തുകളാണ് അനന്തരാവകാശ ശാസ്ത്രത്തിൻ്റെ ആയത്തുകൾ. ഇൽമുൽ ഫറാഇദിൻ്റെ, ഇൽമുൽ മവാരീസിൻ്റെ ആയത്തുകൾ എത്രയാണ്? 3 ആയത്തുകൾ. സൂറത്തുൻ നിസായിലെ 11, 12, പിന്നീട് അവസാനത്തെ ആയത്തായ 176-ാമത്തെ ആയത്ത്. സൂറത്തുൻ നിസായിലെ 176-ാമത്തെ ആയത്ത്. ഇത് 3 കൂടിയാൽ അനന്തരാവകാശ ആയത്തുകൾ പൂർത്തിയായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സന്താനങ്ങൾക്ക് അർഹമായ വിഹിതത്തെക്കുറിച്ച് പഠിച്ചു. യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. നിങ്ങളുടെ സന്താനത്തിൻ്റെ കാര്യത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിർദ്ദേശിക്കുന്നു, നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു. യൂസിക്കുമുല്ലാഹു, അല്ലാഹു വസിയത്ത് ചെയ്യുന്നു. എന്താണ് വസിയത്ത്? ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. 2 പെൺമക്കളുടെ അവകാശമാണ് ഒരു ആണിന്, ഒരു ആൺമകനിന് 2 പെൺമക്കളുടെ അവകാശമാണ്. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന് പറയുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും, മക്കളായ പുരുഷന്മാരും സ്ത്രീകളും ഒരുമിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ഇരട്ടി അവകാശം പുരുഷനും പകുതി അവകാശം സ്ത്രീക്കും. എന്നാൽ പുരുഷന്മാരില്ലാതെ, ആൺമക്കളില്ലാതെ പെൺകുട്ടികൾ മാത്രമാണെങ്കിലോ അപ്പോഴാണ് ശേഷം വരുന്ന നിയമം സാധ്യമാകുക. പ്രത്യേകം ശ്രദ്ധിക്കണം. ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇത്നതൈനി, ആൺമക്കളില്ലാതെ പെൺകുട്ടികൾ മാത്രമായിരിക്കെ 2 പേരിൽ കൂടുതലുള്ള പെൺകുട്ടികൾ ആകുമ്പോൾ ഫലഹുന്ന സുലുസാ മാ തറക്. കഴിഞ്ഞ നോട്ടിലാണ് ഈ ആയത്ത് കൊടുത്തിട്ടുള്ളത്. ഫലഹുന്ന സുലുസാ മാ തറക്. 2 പെൺമക്കളിൽ കൂടുതലാണെങ്കിൽ പെൺകുട്ടികൾക്ക് എത്രയാണ്? സുലുസാ മാ തറക്. സ്വത്തിൻ്റെ 2/3 ഭാഗവും. സുലുസാ മാ തറക്. സുലുസ് എന്ന് പറഞ്ഞാൽ 1/3 ഭാഗം. സുലുസാനി 2/3 ഭാഗം. എന്നാൽ ഖുർആനിൽ 2-ൽ കൂടുതൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 പെൺകുട്ടികൾ ഉണ്ടെങ്കിലോ? ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിൻ്റെ 2 പെൺമക്കൾക്കും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വത്തിൻ്റെ 2/3 ഭാഗവും നിശ്ചയിച്ചു കൊടുത്തു. ഇതാണ് ഇതിൻ്റെ പ്രമാണം. പക്ഷെ 2-ന്റെ കൂടുതലുണ്ടെങ്കിലോ ഖുർആനാണ് തെളിവ്. 2 ആണെങ്കിലോ
ഗണ്യതമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഖുർആനിൽ നിന്ന് വേറെ ആയത്തുകളിൽ നിന്ന് അത് മനസ്സിലാകുന്നു. ഏതാണ് ആയത്ത്? സൂറത്തു നിസായിലെ അവസാനത്തെ ആയത്ത്. എന്താണത്? രണ്ട് സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക്, അതായത് ഒരാൾ മരിച്ചു, അയാൾക്ക് 2 സഹോദരിമാർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാകുമ്പോഴോ അവർക്ക് സ്വത്തിന്റെ 2 ഭാഗം ഉണ്ട്. സ്വത്തിന്റെ 2 ഭാഗം, 3 ഭാഗത്തിന്റെ 2 ഭാഗമുണ്ട്. അപ്പൊ 2 ഭാഗം എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക്, അതായത് സഹോദരിമാർക്ക്, 2 സഹോദരിമാർക്ക് ഇങ്ങനെ അവകാശമാകുമ്പോൾ പിന്നീട് 2 പെൺമക്കൾക്കാണ് അവരെക്കാൾ കൂടുതൽ പ്രാധാന്യവും അതുപോലെ തന്നെ മുൻഗണനവും. അതുകൊണ്ട് തന്നെ 2 പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർക്കും സ്വത്തിന്റെ 2 ഭാഗം നൽകണമെന്ന് ഖുർആനിന്റെ വെളിച്ചത്തിലും അതുപോലെ തന്നെ ഹദീസ് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ആയത്തുകളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ആ ആയത്തിന്റെ ഒരു ഭാഗം മാത്രം പറയുകയാണ്. ഫഇൻ കാനത ഇസ്നതൈനി, മരിച്ച ആൾക്ക് പിതാവില്ല, ആൺമകനില്ല, മക്കളില്ല, എന്നാൽ അയാൾക്ക് 2 സഹോദരിമാരുണ്ട്. ഫഇൻ കാനത ഇസ്നതൈനി, ആ സഹോദരിമാർ 2 പേരാണെങ്കിൽ ഫലഹുമാ അസ്സുലുസാനി മിമ്മാ തറക്, അവർക്ക് സ്വത്തിന്റെ 2 ഭാഗം ഉണ്ട് സഹോദരിമാർക്ക്. അവരെക്കാൾ കൂടുതൽ അടുപ്പമുള്ളവരാണ് ആര്? 2 പെൺമക്കൾ. അപ്പൊ 2 പെൺമക്കൾക്കാണ് ഈ അവകാശത്തിന് കൂടുതൽ അർഹത എന്നൊക്കെ പണ്ഡിതന്മാര് ഖിയാസ് ചെയ്ത്, ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഖിയാസ് ചെയ്തുകൊണ്ട് സ്ഥിരപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വ്യക്തമായ ഹദീസും ഉണ്ട്. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് ശേഷം ആരൊക്കെയാണ് ബാക്കി അവകാശികളായി? ഹദീസ് നമ്മൾ പഠിച്ചല്ലോ. 2 പെൺമക്കൾ, ഭാര്യ, പിന്നീട് സഹോദരൻ. മക്കൾക്ക് ആരായി മാറും? അയാള് എളാപ്പ മൂത്താപ്പ അഥവാ അമ്മായി മാറും. അമ്മിന് ബാക്കി. മാതാവിന് എത്രയാണ്? 8-1. കുട്ടികളുണ്ടെങ്കിൽ 8-1. 2 പെൺമക്കൾക്കോ സ്വത്തിന്റെ 2 ഭാഗം നൽകി. ഇതാണ് ഇതിന്റെ പ്രമാണം. ഇത് 2-2 കൂടുതലുള്ള പെൺമക്കൾക്ക്. എന്നാൽ ഒറ്റ പെൺകുട്ടിയാണെങ്കിലോ ഫലഹൻ നിസ്ഫു, വളരെ കൃത്യമാണ്, അവൾക്ക് സ്വത്തിന്റെ പകുതിയാണ് അവകാശം. സ്വത്തിന്റെ പകുതിയാണ് അവകാശം. നമ്മൾ ഈ നിയമങ്ങളൊക്കെ, ഈ തഫ്സീർ ഇബ്നു കസീർ ഒക്കെ വായിച്ച ശേഷം വീണ്ടും ആയത്തിലേക്ക് മാത്രം പോയി ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവകാശം പറയണം. മനസ്സിലായില്ലേ? നമുക്ക് ഈ സംഗതി പഠിച്ചില്ല എങ്ങനെയാ മനസ്സിലാകുക? ആയത്തിന് വിശദീകരണം പഠിച്ചു, വായിച്ചു ഒരുമിച്ച്, അതിനുശേഷം സ്വന്തം വിലയിരുത്താൻ വേണ്ടിയിട്ട് ആയത്ത് ഇങ്ങനെ കാണാതെ പഠിച്ചല്ലോ, ആ ആയത്ത് ചൊല്ലുക, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും നമ്മൾ ഓർക്കുക. വലി അബവൈഹി, ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പോകുന്ന ആയത്താണ്. വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. വലി അബവൈഹി, അബവാനി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ. അബ് എന്ന് വെച്ചാൽ എന്താണ്? പിതാവ്. അബവാനിയോ? മാതാപിതാക്കൾ. അപ്പൊ എന്തുകൊണ്ടാണ് ശരിക്ക് മാതാവിന്റെ പറയാ അറബിയിൽ? ഉമ്മെന്നാ പറയാ. പക്ഷെ അറബി ഭാഷയിൽ വാപ്പാക്കാണ്, വാപ്പ എന്ന പദത്തിന് കൂടുതൽ ബലം നൽകിക്കൊണ്ട് അറബിയിൽ മിംബാബി തഗ്ലീബ് എന്ന് പറയും. സാധാരണ പറയാറുണ്ട് അൽ ഖമറാൻ, 2 ചന്ദ്രൻ എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ ഉദ്ദേശം എന്താണ്? ചന്ദ്രനും സൂര്യനും. സൂര്യനും ചന്ദ്രനും ഉദ്ദേശം അൽ ഖമറാനി. അതുപോലെ തന്നെ അൽ അബവാനി അതിൽപ്പെട്ടതാണ്. അതുപോലെ അൽ അസ്വദാനി, ദീർഘകാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പാചകം ചെയ്തിട്ടില്ല. അപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ ഭക്ഷണം ചോദിക്കപ്പെട്ടപ്പോൾ ആയിഷ എന്ന് പറഞ്ഞത് അൽ അസ്വദാൻ, 2 കറുത്ത ഭക്ഷണങ്ങളാണ് ഞങ്ങൾ ആഹരിക്കരുത്. എന്താണ് 2 കറുത്ത ഭക്ഷണങ്ങൾ? അത്തംറു വൽ മാ, ഈത്തപ്പഴവും വെള്ളവും. അപ്പൊ ഈത്തപ്പഴത്തിന്റെ കളറ് കറുത്തതായിരിക്കാം, വെള്ളത്തിന്റെ കളർ എന്താണ്? കറുത്തതല്ലല്ലോ. അപ്പൊ ഈത്തപ്പഴത്തിന്റെ കറുപ്പിന് മുൻഗണന നൽകിക്കൊണ്ട് ഒരു പ്രയോഗം, അതിനാണ് മുൻബാബി തഗ്ലീബ് എന്ന് അറബിയിൽ പറയാം. ഏതായാലും വലി അബവൈഹി, മാതാപിതാക്കൾക്ക്, ലികുല്ലി വാഹിദിൻ മിൻഹുമാ അസ്സുദുസ്, അവരിൽ ഓരോരുത്തർക്കും സ്വത്തിന്റെ 1/6 അവകാശം. എപ്പോഴാണ്? ഒരു കണ്ടീഷൻ ഉണ്ട്. മിമ്മാ തറക
അതായത് ആ മരിച്ച ആൾ വിട്ടേച്ചു പോയ സ്വത്തിൽ നിന്ന് അവകാശം എത്രയാണ്? 6/1. ഇൻ കാന ലഹു വലദ്. ഇൻ അതാണ് ഷർത്തിന്റെ ഇന്നാണത്. ഇൻ കാന ലഹു വലദ്, ഈ മരിച്ച ആൾക്ക് വലത് സന്താനമുണ്ടെങ്കിൽ. മാതാപിതാക്കൾക്ക് സ്വത്തിന്റെ 6/1 അവകാശപ്പെടണമെങ്കിൽ എന്താണ് അതിന്റെ നിബന്ധന, ഷർത്ത്? ആ മരിച്ച ആൾക്ക് എന്ത് വേണം? സന്താനം വേണം. സന്താനം വലതെന്ന് വെച്ചാൽ ആണും പെട്ട് പെണ്ണും പെട്ടു. അതുകൊണ്ട് യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങളുടെ ആൺമക്കളെ സംബന്ധിച്ച് നീ അള്ളാഹു വസിയത്ത് ചെയ്യുന്നതല്ല. അത് ആരൊക്കെ പെട്ട്? പണ്ഡിതന്മാരെ പറയുന്നു ആൺമക്കളും പെൺമക്കളും ഔലാദിൽപ്പെട്ടു. ഔലാദി ആരൊക്കെ പെട്ടു? ദക്കറും പെട്ടു, ഉൻസയും പെട്ടു, സ്ത്രീയും പെട്ടു, പുരുഷനും പെട്ടു. ഫഇല്ലം യകുൻ ലഹു വലദുൻ, മരിച്ച ആൾക്ക് വലതില്ലെങ്കിലോ, മക്കളില്ലെങ്കിലോ, വവരിസഹു അബവാഹു, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട്, മകൻ മരിച്ചു, ഈ മകന് ആരില്ല? മക്കളില്ല. മാതാപിതാക്കൾക്ക് ഫലി ഉമ്മിഹി സുലുസ്, ഉമ്മാക്ക് എന്താണ്? സ്വത്തിന്റെ 1/3. മക്കളുണ്ടെങ്കിലോ സ്വത്തിന്റെ 6/1. ശരി, ഇനി നമ്മൾ സങ്കല്പിക്കുകയാണ്, ഒരാൾ മരിച്ചു. ഇൻഷാല്ലാ അതിൻ്റെ എക്സസൈസസ് വരുന്നുണ്ട്, തമാരീൻ വരുന്നുണ്ട്. ഇൻഷാല്ലാ ബോർഡിൽ എഴുതിയിരിക്കും. അതിന് മുമ്പ് നമ്മൾ ഈ തഫ്സീറൊക്കെ വായിക്കുന്നതിന് മുമ്പ് ഈ മസല പറഞ്ഞ് നമുക്ക് ഇൻഷാല്ലാ തഫ്സീറിലേക്ക് കടക്കാം. ഒരാൾ മരിച്ചു, അയാൾക്ക് സന്താനമുണ്ട്. സന്താനമുണ്ടെങ്കിൽ വാപ്പയോ ഉമ്മയോ കൂടെയുണ്ട്. അപ്പം ഉപ്പ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു മകളും പിതാവും ജീവിച്ചിരിപ്പുണ്ട്. ഒരു മകൾ മാത്രമേ ഉള്ളൂ, പിതാവും ഉണ്ട്. ഈ മകൾക്ക് എത്രയാണ് അവകാശം? നിസ്ഫ്. എന്താണ് തെളിവ്? വഇൻ കാനത് വാഹിദതൻ ഫലഹൻ നിസ്ഫ്. ഒറ്റ മകളാണെങ്കിൽ അവൾക്ക് പകുതി അവകാശമാണ്, ഖുർആൻ പറയുന്നു. ശരി, മകളുണ്ടല്ലോ, പിതാവിന് എത്ര അവകാശം? സ്വത്തിന്റെ 6/1. എന്താ തെളിവ്? വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ അസ്സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. അപ്പോ ബിൻത്, ഇത് ബിൻത് മകൾ. ശരി, ഇവിടെ അബുണ്ട്. എന്താ അബു വെച്ചാൽ? പാപ്പ, ഉപ്പ, പിതാവ്. ശരി, സ്വത്തിന്റെ പകുതി അവകാശം ആർക്കാണ്? ആർക്കാണ്? മകൾക്ക്. ഉപ്പാക്ക് എത്രയാണ്? 6/1. നമ്മൾ പഠിച്ചാണല്ലോ, 6/1 പകുതി എന്നൊക്കെ അറബിയിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്. ശരി, ഇതിന്റെ കൂടെ ശരി, ഇതിപ്പം 6 ഈ സ്വത്ത് 6 ഓഹരി 6 ഭാഗമാക്കുകയാണെങ്കിൽ മകൾക്ക് എത്രയാണ്? പകുതി എന്ന് പറയുമ്പോൾ 3. ഉപ്പാക്കോ 1. ശരി, ബാക്കി എത്ര അവകാശമുണ്ട്? 2 അവകാശമുണ്ട്. ഈ 2 അവകാശം ആർക്കാണ് പോവുക? അതും ഈ മരിച്ച ആളുടെ പിതാവിലേക്കാണ് പോകുക. അതിന്റെ തെളിവ് എന്താണ്? അതിന്റെ തെളിവാണ് നമ്മൾ ആദ്യത്തെ നോട്ടിൽ എഴുതിയിട്ടുണ്ടോ എനിക്കറിയില്ല, എഴുതിയിട്ടുണ്ടാവും ഇൻഷാല്ലാ. ഇല്ല, എന്തായാലും ഇൻഷാല്ലാ വരും നോട്ടിൽ ഇൻഷാല്ലാ അത് ഉണ്ടാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിശ്ചയിക്കപ്പെട്ട നിർണിത കണക്ക് പ്രകാരം അവകാശങ്ങൾ അവരുടെ അവകാശികൾക്ക് നൽകുക. ഫമാ ബഖിയ ഫലി ഔലാ റജുലിൻ ദക്കർ. നിശ്ചിത കണക്ക് പ്രകാരം അവകാശികൾക്ക് സ്വത്ത് ഭാഗം ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഏറ്റവും കുടുംബ ബന്ധമുള്ള അടുപ്പമുള്ള പുരുഷനാണ് പോകേണ്ടത്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ബാക്കി അൽ ബാക്കി, അറബിയിൽ അൽ ബാക്കി ആർക്കാണ്? വാപ്പാക്കാണ്, പിതാവിനാണ്. എത്രയാണ് ബാക്കി? 2. അപ്പൊ ഇതൊക്കെ ശരിക്ക് ഉണ്ടോ? ഇതിവിടെ തെളിവ് ഖുർആന്, ഇവിടെ ഹദീസ്. ഖുർആനും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു തഖ്സീമാണ് ഈ തഖ്സീം. ഇൻഷാ അല്ലാഹ് അതിന്റെ
ഉദാഹരണങ്ങൾ ഭാവിയിലല്ല ഇന്ന് തന്നെ ഇൻഷാ അല്ലാഹ് ഇത് തുടങ്ങുന്നതാണ്. ഓരോ ക്ലാസ്സിൽ നമ്മുടെ പഠനരീതി വിശദീകരിച്ചല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. തിയറിയും പ്രാക്ടിക്കലും ഒരുമിപ്പിച്ചിട്ടുള്ള ഒരു പഠന രീതിയാണ്. അറബിയിൽ പറയും അന്നവരിയ വ തത്ബീഖ്. നമ്മൾ നവരിയായിട്ടും തത്ബീഖായിട്ടും ഇൻഷാ അല്ലാഹ് ഈ ഇൽമ് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ വിശദീകരണത്തെക്കാൾ തഫ്സീറിനേക്കാൾ ഏറ്റവും പ്രധാനം എന്താണ്? ആയത്തിൻ്റെ ബാഹ്യമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക, വായിക്കാനും പഠിക്കുക, അർത്ഥം അറിയുകയും ചെയ്യുക. ശരി, ഇൻഷാ അല്ലാഹ് നമ്മുടെ കൈവശമുള്ള ഈ നോട്ടിലേക്ക് നീങ്ങുക. ഖാല ഇമാം ഇബ്നു കസീർ ഫി തഫ്സീരിഹി وإنما استفيد كون الثلثين للبنتين من حكم الأختين في الآية الأخيرة. അതായത് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് നമ്മൾ നിർത്തിവെച്ച വിഷയം ഏതാണ്? അവസാനത്തെ വിഷയം നമുക്ക് ഓർമ്മ അറിയില്ല. അതായത് فإن كن نساء فوق اثنتين فلهن ثلثا ما ترك. ഇത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ. പെൺമക്കൾ 2-ൽ കൂടുതലാണെങ്കിൽ അവർക്ക് സ്വത്തിന്റെ 3-ൽ 2 ഭാഗമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ നിന്ന് ബാഹ്യമായി നമുക്ക് എന്ത് മനസ്സിലാവും? 2-ൽ കൂടുതലുള്ള പെൺമക്കളുടെ അവകാശമാണ് ഇതിൽ നിന്ന് മനസ്സിലാവുക. എന്നാൽ 2 പെൺമക്കൾ മാത്രമാണെങ്കിലോ 2-ൽ കൂടുതലില്ലെങ്കിലോ എന്താണ് ഇതിൻ്റെ അവസ്ഥ? അതാണ് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നത്. അപ്പോൾ ചില പണ്ഡിതന്മാർ ഒരു വ്യാഖ്യാനം എന്താണ്? ഈ ഫൗഖ് എന്ന വാക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ കൊടുത്തതല്ല. മനസ്സിലായോ? ഇതാണ് ഫൈൻ കുന്ന നിസാൻ ഫൗഖ ഇസ്നതൈനി, 2 പെൺമക്കളുടെ മുകളിൽ ഉണ്ടെങ്കിൽ, കൂടുതലുണ്ടെങ്കിൽ. അത് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. ഏതുപോലെ? ഫദ്രിബു ഫൗഖൽ അഅനാഖ്, നിങ്ങൾ ശത്രുക്കളുടെ, ഇസ്ലാമിക ശത്രുക്കളുടെ കഴുത്തുകളുടെ മീതെ നിങ്ങൾ വെട്ടുക. അപ്പൊ കഴുത്തുകളുടെ മീതെ വെട്ടുക എന്ന് പറഞ്ഞാലും കഴുത്തുകൾ വെട്ടുന്നതും ഒരേ അർത്ഥം. അപ്പൊ ഫൗഖ അവിടെയും സായിദാണ്, അമിതമായി അല്ലെങ്കിൽ അധികമായി പറഞ്ഞതാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞത് എന്നൊരു വ്യാഖ്യാനം. പക്ഷെ ആ വ്യാഖ്യാനം ഇമാം ഇബ്നു കസീർ തള്ളി. എന്താ കാരണം? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, വഹാദാ ഗൈറു മുസല്ലമിൻ, ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഫഇന്നഹു ലൈസ ഫിൽ ഖുർആനി ശൈഉൻ സായിദുൻ ലാ ഫായിദത ഫീഹി വഹാദാ മുംതനിഉൻ. ഉപകാരമില്ലാത്ത, ഒരു പ്രയോജനവുമില്ലാത്ത, അധികമായി വരുന്ന ഒരു പ്രയോഗവും ഖുർആനിൽ ഇല്ല. വഹാദാ മുംതനിഉൻ, ഇത് അസാധ്യമായ ഒരു വാദമാണ്, ഇത് ശരിയല്ല. അപ്പൊ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, കാരണം അദ്ദേഹം ഈ വാദത്തെ തള്ളിയല്ലോ. അപ്പോ 2 പെൺമക്കൾക്കും സ്വത്തിന്റെ 3-ൽ 2 ഭാഗമാണെന്ന് അദ്ദേഹം തെളിവ് കൊണ്ടുവരണം. അതാണ് ഈ നോട്ടിൽ പറയുന്നത്. വഇന്നമസ്തുഫീദ കൗനു സുലുസൈനി ലിൽ ബിൻതൈനി മിൻ ഹുക്മിൽ ഉഖ്തൈനി ഫിൽ ആയത്തിൽ അഖീറ. സൂറത്തുൽ നിസായിലെ അൽ ആയത്തുൽ അഖീറ, അവസാനത്തെ ആയത്തിൽ 2 സഹോദരിമാരുടെ വിധി അള്ളാഹു പറഞ്ഞല്ലോ. 2 സഹോദരിമാർ മരിച്ച ആൾക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് മക്കളുമില്ല പിതാവുമില്ല, 2 സഹോദരിമാർ ബാക്കിയുണ്ട്. എത്രയാണ് അവകാശം? അവർക്ക് സ്വത്തിന്റെ 3-ൽ 2 ഭാഗം. ഫലഹുമസ്സുലുസാനി മിമ്മാ തറക്. ഈ ആയത്തിൽ നിന്നാണ് 2 പെൺമക്കളുടെയും വിധി നമുക്ക് മനസ്സിലായത് എന്ന്. സംഗതി പിടിയിട്ടില്ലേ? 2 പെൺമക്കളുടെ വിധി എങ്ങനെ മനസ്സിലായത്? സൂറത്തുൽ നിസായിലെ അവസാനത്തെ ആയത്തിൽ 2 സഹോദരിമാരുടെ വിധി പറഞ്ഞു. അപ്പോൾ 2 സഹോദരിമാരെക്കാൾ അവകാശമുണ്ട് ആർക്ക്? 2. ഇതെന്താ പറയാനുള്ള കാരണം അറിയോ? ഇബ്നു അബ്ബാസിൽ നിന്ന് ഒറ്റപ്പെട്ട പണ്ഡിതന്മാര് അത് ഒറ്റപ്പെട്ടത് ഷാദാണെന്ന് പറഞ്ഞ ഒരു റിവായത്ത് പ്രകാരം 2 പെൺമക്കളുണ്ടെങ്കിൽ അവർക്ക് സ്വത്തിന്റെ 3-ൽ 2 അവകാശമല്ല, മറിച്ച് സ്വത്തിന്റെ പകുതി അവകാശമാണ് അർഹിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസിൽ നിന്ന് വന്ന ഒരു ഒറ്റപ്പെട്ട റിവായത്തുണ്ട്. അത് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വീക്ഷണത്തിന് എതിരാണ്. അപ്പോൾ അവർക്ക് പകുതിയല്ല, മറിച്ച് അവർക്ക് അതിൽ കൂടുതലുണ്ട്. പകുതിയാണോ സ്വത്തിന്റെ 3-ൽ 2 ഭാഗമാണോ കൂടുതൽ? സ്വത്തിന്റെ 3-ൽ 2 ഭാഗമാണ് കൂടുതൽ.
സ്വത്തിന്റെ പകുതിയല്ല, അതിനേക്കാൾ അവർക്ക് അവകാശമുണ്ട്. എന്താ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലഹുമസ്സുലുസാനി മിമ്മാ തറക്. രണ്ട് സഹോദരിമാർക്ക് സ്വത്തിന്റെ 2 ഭാഗമുണ്ടെങ്കിൽ അവരെക്കാൾ അവകാശവും അർഹതയുമുണ്ട് രണ്ട് പെൺമക്കൾക്ക് എന്ന് ഒരു സഹീഹായ ഖിയാസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഫഇന്നഹു തആല ഹകമ ഫീഹാ ലിൽ ഉഖ്തൈനി ബിസ്സുലുസൈനി. നിങ്ങൾ ഇബാറത്ത് വായിക്കുമ്പോൾ, അറബി ഇബാറത്ത് വായിക്കുമ്പോൾ താഴോട്ട് നോക്കാതെ സ്വന്തം അർത്ഥം വെക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എങ്കിൽ സംശയമുണ്ടെങ്കിൽ മാത്രമാണ് താഴോട്ട് പോകേണ്ടത്. അല്ലാഹു തആല ആർക്കറിയാത്തത്? ഹകമ വിധിച്ചു. ഹുക്മെന്ന് ആർക്കറിയാത്തത്? ഫീഹ അതിൽ. ഏതിൽ? ആ ആയത്തിൽ. ഏത് ആയത്തിൽ? സൂറത്തുൻ നിസായിലെ അവസാനത്തെ ആയത്തിൽ. ലിൽ ഉഖ്തൈനി രണ്ട് സഹോദരിമാർക്ക്, ബിസ്സുലുസൈനി സ്വത്തിന്റെ 2 ഭാഗം വിധിച്ചിട്ടുണ്ട് എന്ന് കൃത്യമാണല്ലോ. വഇദാ വരിസ ഒരു വരിസ വെട്ടുക. വഇദാ വരിസൽ ഉഖ്താനി അസ്സുലുസൈനി. എന്താ അർത്ഥം? വഇദാ വരിസൽ ഉഖ്താനി സുലുസൈനി. വഇദാ വരിസ അതായത് സ്വത്തിൽ നിന്ന് അവകാശം ലഭിച്ചാൽ, സ്വത്തിൽ നിന്ന് അവർക്ക് അവകാശപ്പെട്ടാൽ, ആർക്ക്? 2 ഉഖ്താൻ, 2 ഉഖ്തുകൾ അഥവാ 2 സഹോദരിമാർക്കും സ്വത്തിന്റെ 2 ഭാഗവും അവകാശപ്പെട്ടാൽ, ഫലഅൻ യരിസ അൽ ബിൻതാനി സുലുസൈനി ബിത്തരീഖിൽ ഔലാ. മുൻഗണനാക്രമം അനുസരിച്ച് 2 പെൺമക്കൾക്കാണ് അവരെക്കാൾ 2 സഹോദരിമാരെക്കാൾ സ്വത്തിന്റെ 2 ഭാഗം അവകാശപ്പെടുന്നത്. അതാണ് ബിത്തരീഖിൽ ഔലാ. ബിത്തരീഖിൽ ഔലാ അതായത് കൂടുതൽ അർഹത 2 പെൺമക്കൾക്കാണെന്ന്. അപ്പൊ ഈ സൂറത്തുൻ നിസായിലെ അവസാനത്തെ ആയത്തിൽ നിന്നാണ് 2 പെൺമക്കളുടെ അവകാശം നമുക്ക് ഖുർആനിലൂടെ മനസ്സിലായത്. ഹദീസിലൂടെ നമുക്ക് ഗണ്യമായി മനസ്സിലായിട്ടുണ്ട്, എന്നാൽ ഖുർആനിലൂടെ മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ട്. അതിനാണ് ഖിയാസുൽ ഔല എന്ന് പണ്ഡിതന്മാർ പറയാറുള്ളത്. വഖദ് തഖദ്ദമ ഫി ഹദീസ് ജാബിർ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹകമ ലിബ്നതൈ സഅദി ഇബ്നു റബീഅ ബിസ്സുലുസൈൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസ് എന്ന് പറയുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഹദീസല്ലേ. പിന്നെ ജാബിറിന്റെ ഹദീസ് പറയുന്നത് ജാബിർ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് ഉദ്ധരിച്ചത്. ഏത് സഹാബിയാണോ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് ആ സഹാബിയിലേക്ക് ചേർത്തിയിട്ടാണ് നമ്മൾ പറയാറുള്ളത് ഹദീസു ജാബിർ, ഹദീസു അബി ഹുറൈറ. ഉദാഹരണം, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ 2 പെൺമക്കൾക്കും ബിസ്സുലുസൈനി സ്വത്തിന്റെ 2 ഭാഗവും വിധിച്ച് നൽകിയിട്ടുണ്ട്. ഫദല്ലൽ കിതാബു വസ്സുന്നതു അലാ ദാലിക്. കിതാബും സുന്നത്തും അതിന് തെളിവായിട്ടുണ്ട്. ഏതിന് തെളിവ്? 2 പെൺമക്കൾക്കും സ്വത്തിന്റെ 2 ഭാഗമുണ്ട് എന്നതിന് തെളിവായിട്ടുണ്ട്. വഅയ്ബൻ ഫഇന്നഹു ഖാല വഇൻ കാനത് വാഹിദതൻ ഫലഹ നിസ്ഫ്. അപ്പോൾ ഒന്നാമത്തെ തെളിവ് മനസ്സിലായല്ലോ. എന്താണത്? സൂറത്തുൻ നിസായിലെ അവസാനത്തെ ആയത്ത്. പിന്നെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഇനി മൂന്നാമത്തെ തെളിവാണ് ഇബ്നു കസീർ 2 പെൺമക്കൾക്കും സ്വത്തിന്റെ 2 ഭാഗം അവകാശമുണ്ട് എന്നതിന് തെളിവ്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞല്ലോ വഇൻ കാനത് വാഹിദതൻ. മകൾ ഒറ്റ മകളാണെങ്കിൽ, വാഹിദത്താണെങ്കിൽ, അവളുടെ കൂടെ ആരുമില്ല, ഫലഹൻ നിസ്ഫു അവൾക്ക് പകുതി അവകാശമെന്ന് പറഞ്ഞല്ലോ. ഇബ്നു കസീർ പറയുന്നു ഫലഹു കാന ലിൽ ബിൻതൈനി നിസ്ഫു ലനസ്സ അലൈഹി അയ്ദാ. 2 പെൺമക്കൾക്കും അതേ അവകാശമാണെങ്കിൽ, പകുതി അവകാശമാണെങ്കിൽ അള്ളാഹു അതും ഖണ്ഡിതമായി പറഞ്ഞേനെ. പക്ഷെ ഒറ്റ മകൾ, ഏക മകൾ, തനിയെയുള്ള മകൾ എന്നൊക്കെയാണ് പറഞ്ഞത്. വാഹിദതൻ കൂടെ ഉണ്ടാകാൻ പാടില്ല, അവൾക്കാണ് പകുതി അവകാശം. 2 പെൺമക്കൾക്കും അങ്ങനെ അവകാശമുണ്ടെങ്കിൽ അള്ളാഹു അങ്ങനെ തന്നെ പറഞ്ഞേനെ.
എന്നിട്ട് പറയും ഫൈൻ കുന്ന നിസാൻ ഫൗക സനതൈനി ഫലഹുന്ന തുലുസാ മാ തറക്. അല്ലാഹു അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഫലമ്മാ ഹകമ ബിഹി ലിൽ വാഹിദതി അല ഇൻഫിറാദിഹാ. എന്നാൽ അല്ലാഹു എപ്രകാരം പകുതി അവകാശം ഏക മകൾക്ക് ഒറ്റക്കായിരിക്കെ വിധിച്ചപ്പോൾ, അതായത് ഒറ്റ മകളായിരിക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പകുതി അവകാശം വിധിച്ചത്. അങ്ങനെ ആയിരിക്കെ ദല്ല അലാ അന്നൽ ബിൻതൈനി ഫീ ഹുക്മി സലാസ്, രണ്ട് പെൺമക്കളും മൂന്ന് പെൺമക്കളുടെ വിധി തന്നെയാണ്. രണ്ട് പെൺമക്കളുടെ വിധിയും മൂന്നിന്റെ വിധി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലായി എന്ന്. അപ്പം ഏക മകൾക്ക് പകുതി അവകാശം എന്ന് അള്ളാഹു പറഞ്ഞു നിർത്തി. അതിനർത്ഥം ഒന്നിൽ കൂടിയാൽ എത്രയാണ്? സ്വത്തിന്റെ മൂന്നിൽ 2 അവകാശമാണെന്ന് മനസ്സിലായി. അപ്പൊ ഇതൊക്കെ പറയുമ്പം ഒരു കാര്യം മനസ്സിലാക്കണം, കൂടെ ആരുണ്ടാകാൻ പാടില്ല? ആൺമക്കൾ ഉണ്ടാകാൻ പാടില്ല. ആൺമക്കൾ ഉണ്ടായാലോ മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്നൊക്കെ മനസ്സിലായി. ഒരു പേജ് വായിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. വഖൗലുഹു തആല വലിഅബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ അസ്സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. വലിഅബവൈഹി മാതാപിതാക്കൾക്ക്, ലികുല്ലി വാഹിദിൻ മിൻഹുമ അവരിൽ ഓരോരുത്തർക്കും, അസ്സുദുസു സ്വത്തിന്റെ 1/6 മിമ്മാ തറക മകൻ വിട്ടേച്ചു പോയ, ഇൻ കാന ലഹു വലദ് ഈ മരിച്ച ആൾക്ക് മകൻ ഉണ്ടെങ്കിൽ അഥവാ സന്താനമുണ്ടെങ്കിൽ, അൽ അബവാനി ലഹുമാ ഫിൽ ഇർഫി അഹ്വാൽ മാതാപിതാക്കൾക്ക് സ്വത്ത് അവകാശത്തിൽ എത്ര അവസ്ഥയുണ്ട്? 3 അവസ്ഥയുണ്ട്. ഒന്നാമത്തെ അവസ്ഥ എന്താണ്? അൻ യജ്തമിഅ മഅൽ ഔലാദ്. അഹദുഹാ അൻ യജ്തമിഅ മഅൽ ഔലാദ്, സന്താനങ്ങളോടൊപ്പം കുട്ടികളോടൊപ്പം മാതാപിതാക്കൾ ഒരുമിക്കുക. അതായത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒന്നുകിൽ കുട്ടികൾ ഉണ്ടാകുമ്പം കുട്ടികളും മാതാപിതാക്കളും ഉണ്ടാകുക ഒരുമിച്ച്, അല്ലെങ്കിൽ മാതാപിതാക്കൾ മാത്രം കുട്ടികളില്ലാതെ, മാതാപിതാക്കൾ മാത്രം കുട്ടികളില്ലാതെ. മൂന്നാമത്തെ അവസ്ഥ എന്താണ്? മരിച്ച ആളുടെ സഹോദരന്മാരും മാതാപിതാക്കളും മാതാപിതാക്കളും. ഇതിനൊക്കെ 3 അവസ്ഥയാണുള്ളത്. ഒന്നാമത്തെ അവസ്ഥ എന്താണ്? മക്കളോടൊപ്പം മാതാപിതാക്കൾ ഉണ്ടാവുക. അതായത് മക്കളും ഉണ്ട് മരിച്ചയാളുടെ മാതാപിതാക്കളും ജീവിച്ചിരിക്കുന്നുണ്ട്. ഫയുഫ്റദു ലികുല്ലി വാഹിദിൻ മിൻഹുമ അസ്സുദുസ്, അവരിൽ ഓരോരുത്തർക്കും, ആരിൽ? മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും എത്രയാണ്? അസ്സുദുസു, ആ സ്വത്തിന്റെ 1/6 അവകാശം. ഫഇല്ലം യകുൽ ലിൽ മയ്യിതി ഇല്ലാ ബിൻതുൻ വാഹിദ ഫുരിദ ലഹ നിസ്ഫു. എന്താ അർത്ഥം? ഫഇല്ലം യകുൻ, ഇവിടെ യകുൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒരു യകുനെ വെട്ടിക്കളയാം. ഫഇല്ലം യകുൻ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയാണ്. ഇതൊക്കെ ശരിക്ക് ഇബ്നു കസീർ ഇവിടെ ഉദ്ധരിച്ച മിക്ക വാക്കുകളുടെ അർത്ഥം സാധാരണക്കാരായ അറബി വായിക്കാൻ അത്യാവശ്യം മനസ്സിലാവുന്ന ആൾക്കാർക്ക് അർത്ഥം വെക്കാൻ പറ്റും. ഫഇല്ലം യകുൻ ലിൽ മയ്യിതി, ഒരു മയ്യിത്തിന് ഇല്ലെങ്കിൽ, ആരില്ലെങ്കിൽ? ഇല്ലാ ബിൻതുൻ വാഹിദ, ഒറ്റ മകളല്ലാതെ, ഏക മകളല്ലാതെ ആ മയ്യിത്തിന് പിന്നെ വേറെ ആരുമില്ല. ഫുരിദ ലഹൻ നിസ്ഫു, എന്താ ഫുരിദ പറഞ്ഞാൽ അവൾക്ക് കണക്കാക്കപ്പെട്ടു, നിശ്ചയിക്കപ്പെട്ടു. അൻ നിസ്ഫു സ്വത്തിന്റെ പകുതി അവകാശം. ഇവിടെ 2 പദങ്ങളുണ്ട്, ശ്രദ്ധിക്കണം. ഒന്ന്, ഇവിടെ 2 പദങ്ങളുണ്ട്. ഒന്ന് ഫർദ് എന്ന് പറയും. ഫർദ് എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വ്യക്തിക്കും ഓരോ അവകാശിക്കും നിശ്ചയിച്ചു കൊടുത്ത കണക്ക് പ്രകാരം അല്ലാഹു സുബ്ഹാനഹു നൽകിയ അവകാശം, നിശ്ചിത കണക്ക് പ്രകാരം നൽകിയ അവകാശത്തിനാണ് എന്ത് പറയാ? ഫർദ് എന്ന് പറയാം. നിശ്ചിത കണക്ക് പ്രകാരം നൽകാത്ത അവകാശം, ഇതുപോലെ ഇപ്പൊ ഇവിടെ വാപ്പാക്ക് ഉപ്പാക്ക് നിശ്ചിത കണക്ക് എന്താണ്? സ്വത്തിന്റെ 1/6. ഇനി കണക്കാക്കാതെ ബാക്കി വരുന്ന അവകാശമുണ്ട്, അതെന്താ പറയാ? അതിനാണ് തഅസീബ് എന്ന് പറയാ. എന്താണ് ഇത്? അനന്തരാവകാശ ശാസ്ത്രത്തിൽ 2 സാങ്കേതിക പദങ്ങളാണ്. ഒന്ന് ഫർദ്, ഒന്ന് തഅസീബ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറയാം. ഇവിടെ ഈ ഉദാഹരണത്തിൽ ഉപ്പാക്ക് പിതാവിന്
ഫർദ് പ്രകാരം എത്രയാണ്? സ്വത്തിന്റെ 1/6 അവകാശം. തഅസീബ് പ്രകാരം ഉപ്പാക്ക് ബാക്കിയാണ് അവകാശം. അതാണ് സ്വത്തിന് 2. 1/6 എത്രയാണ്? 1. മകൾക്ക് പകുതി, കാരണം ഒറ്റ മകളാണ്, ഏക മകളാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് പകുതി അവകാശമാണ് ഉള്ളത്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് നമ്മൾ ഇവിടെ ഉദ്ധരിച്ച ഉദാഹരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. മരിച്ച ആൾക്ക് മയ്യിത്തിന് ഏക മകൾ, ഒരു മകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് എത്രയാണ് അവകാശം? ഫുരിദ ലഹാ അന്നിസ്ഫു, അവൾക്ക് പകുതി അവകാശമാണ്. വലിൽ അബവൈനി ലികുല്ലി വാഹിദിൻ മിൻഹുമാ അസ്സുദുസ്, മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും എത്രയാണ്? 1/6. വഅഖദൽ അബു സുദുസൽ ആഖറ ബിത്തഅസീബ്. എന്നർത്ഥം ബാക്കിയുള്ള, അതായത് വേറെയുള്ള, അഥവാ രണ്ടാമത്തെ 1/6. വലിൽ അബവൈനി ലികുല്ലി വാഹിദിൻ മിൻഹുമാ സുദുസു, മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും 1/6 ഉണ്ട്. ഇനി ബാക്കി വരുന്ന 1/6 ഉണ്ടല്ലോ, അതാരെടുക്കുക? അത് പിതാവാണ് എടുക്കുക. ബിത്തഅസീബ്, തഅസീബിന്റെ അടിസ്ഥാനത്തിൽ. തഅസീബ് നിശ്ചിത കണക്ക് പ്രകാരമല്ലാത്ത ഒരു അവകാശം. ഇതാണ് പറഞ്ഞല്ലോ ഇവിടെ. ഒരു മകളുണ്ട്, പിതാവുണ്ട്, ഇനി ഉമ്മ ഉണ്ടെങ്കിലും ഉമ്മക്ക് എത്രയാണ്? ഉമ്മക്കും ഒരു അവകാശമാണ്, 1/6. ബാക്കി വരുന്ന ഒരു അവകാശം ആർക്ക് പോവുക? അപ്പോ വാപ്പാന്റെ പകുതി അവകാശമാണ് ആർക്കുള്ളത്? ഉമ്മാക്കുള്ളത്. ഈ ഉദാഹരണം പഠിച്ചാൽ ഇവിടെ ഉമ്മാനെയും കൂട്ടിച്ചേർത്തിയാൽ ഉമ്മാക്ക് 1/6, വാപ്പാക്ക് 1/6. പിന്നീട് ബാക്കി വരുന്നത് ആർക്കാണ്? അതും ഉപ്പാക്കാണ്. അതാണ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഫലി ഔലാ റജുലിൻ ദക്കറിൻ, ഏറ്റവും അടുത്ത പുരുഷനാണ് ബാക്കിയുള്ള അവകാശം പോകേണ്ടത് എന്ന് പറഞ്ഞു. അത് എത്രയാണ് കണക്കറിയില്ല, 6/1 8/1 ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് തഅസീബ് എന്ന് പറയാനുള്ള കാരണം. പണ്ഡിതന്മാർ പറയുന്നു തഅസീബിന്റെ അർത്ഥം ഇർസുൻ ബിലാ തഖ്ദീർ, തഖ്ദീർ ഇല്ലാത്ത, ഒരു കണക്ക് പ്രകാരമല്ലാത്ത അവകാശം അതാവുന്നു. ബാക്കി വായിക്കുന്നു. ഫയുജ്മഉ ലഹു വൽ ഹാലതു ഹാദിഹി ബൈനൽ ഫർദി വത്തഅസീബ്. ഈ അവസ്ഥയിൽ പിതാവിന് 2 അവകാശങ്ങളാണ് ഒരുമിക്കുന്നത്. യുജ്മഉ ലഹു, ഒരുമിച്ച് നൽകപ്പെടുന്നു 2 അവകാശം. ബൈനൽ ഫർദി വത്തഅസീബ്, ഫർദ് പ്രകാരവും തഅസീബ് പ്രകാരവും പിതാവിന് എന്തുണ്ട്? അവകാശമുണ്ട്. ഫർദ് എത്രയാണ്? 6/1. എന്ന തെളിവ് വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമാ അസ്സുദു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. ഈ വലദില്ലെങ്കിലോ? ഉപ്പ ഉണ്ട്, വലതില്ല. അങ്ങനെയാകുമ്പോൾ ഉപ്പാക്ക് ബാക്കി അവകാശമാണ്. തഅസീബ് മാത്രമേ ഉള്ളൂ. ഫർദ് പ്രകാരം ഉപ്പാക്ക് മക്കൾ ഇല്ലെങ്കിൽ 1/6 അവകാശമില്ല. അതായത് ഒരു ഉദാഹരണം, ഇതിനു മുമ്പൊരു ആൺകുട്ടിയുടെ ഉദാഹരണം എടുക്കാം. ഒരു വാപ്പയുണ്ട്, ഒരു വാപ്പ, ഒരു മകൻ. ഇങ്ങനെയാവുമ്പോൾ 6/1 പറയുമ്പോൾ 6 അവകാശമാണല്ലോ. മകനുണ്ട്. ഈ മകൻ എന്ന് പറയുമ്പോൾ ആരെ മകനാണ്? മകൻ, ഉപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ മരിച്ച വ്യക്തിയിലേക്കാണ് ഒക്കെ പോകേണ്ടത്. ശരിയല്ലേ? അതുകൊണ്ട് കൺഫ്യൂഷൻ വരാൻ പാടില്ല. മകൻ മരിച്ച ആളുടെ മകൻ, ഉപ്പ മരിച്ച ആളുടെ ഉപ്പ. ഇവിടെ 6 ഓഹരിയായി ഈ സ്വത്തിനെ തിരിച്ചു കഴിഞ്ഞാൽ, ഭാഗിച്ചാൽ ഉപ്പാക്ക് എത്രയാണ്? 6/1. 6 എന്ന് പറയുമ്പോൾ ഒരു അവകാശം. ബാക്കി 5 അവകാശം ആർക്കാണ്? ആൺമകനാണ്. മകനാണ് ഈ 5 അവകാശം ബാക്കിയുള്ളത് പോകുക. ഇത് പെൺമക്കൾ ഉണ്ടെങ്കിലോ, ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ സ്വത്തിൽ ബാക്കി വരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും ആ ബാക്കി സ്വത്ത് ആരിലേക്ക് പോകുന്നത്? പിതാവിലേക്ക് പോകുന്നത്. പക്ഷെ ആൺകുട്ടി ഉണ്ടാവുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ഇതാണ് ഒന്നാമത്തെ അവസ്ഥ, മാതാപിതാക്കളുടെ ഒന്നാമത്തെ അവസ്ഥയാണ്. രണ്ടാമത്തെ അവസ്ഥ പെട്ടെന്ന് പറയാണ്, അൻ യൻഫരിദൽ അബവാനി ബിൽ മീറാസ്.
അതായത് സ്വത്തിന്റെ അവകാശികളായി മാതാപിതാക്കൾ മാത്രമായി തീരുന്ന അവസ്ഥ. മക്കളില്ല, മാതാപിതാക്കൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഫയുഫ്റദു ലിൽ ഉമ്മി അസ്സുലുസു വൽ ഹാലതു ഹാദിഹി. ഈ അവസ്ഥയിൽ വൽ ഹാലതു ഹാദിഹി പറഞ്ഞാൽ ഈ അവസ്ഥയിൽ ഉമ്മാക്ക് എത്രയാണ് ഫർദ് നൽകപ്പെടുന്നത്? ഫർദായി സുലുസ്. ഉമ്മാക്ക് അവകാശം എത്രയാണ്? അതായത് സ്വത്ത് അവകാശികളായിട്ട് ഒരാൾ മരിച്ചു, അയാളുടെ മാതാപിതാക്കൾ മാത്രം, മക്കളില്ല, സഹോദരന്മാരില്ല, സഹോദരിമാരില്ല. അതുകൊണ്ട് തന്നെ ഈ ഉമ്മാക്ക് ഈ അവസ്ഥയിൽ എത്രയാണ്? സ്വത്തിന്റെ 1/3. വയഖുദുൽ അബുൽ ബാഖി ബിത്തഅസീബിൽ മഹ്. സ്വത്തിന്റെ ബാക്കി ശുദ്ധ തഅസീബ് പ്രകാരം ഫർദ് കലരാതെ പിതാവും എടുക്കുന്നു. അപ്പം ബാക്കി സ്വത്ത് പൂർണ്ണമായും, അതാണ് തഅസീബിൽ മഹ് എന്ന് പറയുന്നത്, പൂർണ്ണമായും ആർക്കാ പോവുക? ഉപ്പായിലേക്കാണ്, വാപ്പായിലേക്കാണ് പോകുക. അപ്പൊ നമുക്കത് സങ്കല്പിക്കാം. ഉമ്മ, ഉപ്പ, ഇത് എത്ര ഭാഗമാക്കി നമുക്ക് തിരിക്കണം? അല്ല, 6 തിരിക്കാൻ പറ്റൂല. കാരണം മക്കളിലല്ലോ. മക്കളുണ്ടാവുമ്പോഴാണ് ഇവിടെ അബ്, അല്ലെങ്കിൽ ഇവിടെ ഉമ്മ, ഇവിടെ അബ്. 3 അവകാശമാക്കി തിരിക്കല്ലേ. ഉമ്മക്ക് എത്രയാണ്? സ്വത്തിന്റെ 1/3, അതായത് 1. ബാക്കി അൽ ബാഖി, ബാക്കി അവകാശം ആർക്കാണ്? ഉപ്പാക്കാണ്, അതായത് 2. ഇവിടെയും സ്വത്തിന്റെ ഉപ്പാന്റെ പകുതി അവകാശമായി ആർക്ക് വന്നു? ഉമ്മാക്ക് വന്നു. എന്താണ് ഇതിന് തെളിവ്? നമ്മൾ പഠിച്ചല്ലോ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും എന്ന ആയത്തിലൂടെ ഇതൊക്കെ ഈ നിയമങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫഇൻ ലം യകുൽ ലഹു വലദുൻ, ഇല്ല ഇത് വായിക്കാനല്ല, മനസ്സിലാക്കാൻ. ഫഇൻ ലം യകുൽ ലഹു വലദുൻ, മരിച്ച ആൾക്ക് വലതില്ലെങ്കിൽ, എല്ലാവരും മൊബൈൽ ഓഫ് ചെയ്യുക. വരിസഹു അബവാഹു, അവകാശികളായി ആരാണുള്ളത്? അബവാഹു, മാതാപിതാക്കൾ. ഫലി ഉമ്മിഹി സുലുസു, മാതാവിന് സ്വത്തിന്റെ 1/3 അവകാശമാണ് ഉള്ളത്. ഇതൊക്കെ ഖുർആനാ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ചോദ്യം? ഇബ്നു കസീർ പറയുന്നു വയഖുദുൽ അബുൽ ബാഖി, ഉമ്മാക്ക് 3 കൊടുത്താൽ ഉപ്പാക്ക് ശുദ്ധ തഅസീബ് പ്രകാരമാണ് സ്വത്ത് അവകാശം നൽകപ്പെടുന്നത്. എന്താ പറയാൻ കാരണം? മക്കള് ഇല്ലാതിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ക് പ്രകാരം പിതാവിന് സ്വത്തിൽ നിന്ന് നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല. ബാക്കിയാണ് അവകാശം. ഈ ബാക്കി എന്ന സംഗതി എവിടുന്ന വരുന്നത്? ഹദീസിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. ഫയകൂനു ഖദ് അഖദ ضعفي ما حصل للأم. ഈ അവസ്ഥയിൽ നമ്മൾ അവസാനം ഉദ്ധരിച്ച ഈ ഉദാഹരണ പ്രകാരം ഖദ് അഖദ, പിതാവ് എടുത്തു, പിതാവിന് നൽകപ്പെട്ടു. എത്ര? ضعفي ما حصل للأم, ഉമ്മാക്ക് നൽകപ്പെട്ടതിന്റെ 2 ഇരട്ടി ഉപ്പാക്ക് നൽകപ്പെട്ടു എന്നൊക്കെ ഈ ഉദാഹരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഖുർആനിന്റെയും അടിസ്ഥാനത്തിൽ എത്രയാണ് 2 ഇരട്ടി? വഹുവ സുലുസാനി, എത്രയാണ്? സ്വത്തിന്റെ 2 ഭാഗവും. ഇനിയാണ് ഈ നമ്മളിപ്പോഴും നിർത്താൻ പറയും, ഷയ്യ മസ്ത പറഞ്ഞ് നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ഫലൗ കാന മഅഹുമാ സൗജുൻ ഔ സൗജ, അതായത് ഈ ഉദാഹരണം നമുക്ക് മനസ്സിലായല്ലോ. ഉപ്പ, ഉമ്മ, അവരോടൊപ്പം ഭാര്യയോ ഭർത്താവ് ഉണ്ടെങ്കിലോ, അതായത് ഭർത്താവ് മരിച്ചു, ഇവിടെ ഭാര്യ, മാതാവ്, ആരുടെ മാതാവ്? മരിച്ച ആളുടെ പിതാവ്. ഈ മസല പറഞ്ഞു നിർത്തുകയാണ്. ഇത് അനന്തരാവകാശ ശാസ്ത്രത്തിൽ അറിയപ്പെട്ട 2 മസലകളാണ്.
അതേപോലെ തന്നെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ്, സ്പെല്ലിംഗ് ഉണ്ട് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞേ. ഭർത്താവ്, മാതാവ്, പിതാവ്. ഇത് രണ്ട് മസലകളാണ്. 1, 2. ഇവിടെ ഭാര്യക്ക് മക്കളുണ്ടോ, അല്ലെങ്കിൽ മരിച്ച ആൾക്ക് മക്കളുണ്ടോ? ഭാര്യക്ക് മക്കളില്ല. അപ്പൊ ഭാര്യക്ക് എത്രയാണ് കണക്ക് പ്രകാരം? നമ്മൾ ആദ്യത്തെ ക്ലാസ് സൂചിപ്പിച്ചു. ആദ്യത്തെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ എടുക്കും. എത്രയാണ്? സ്വത്തിന്റെ കാൽഭാഗം. ഇവിടെയാണ് നമ്മൾ അത് എഴുതുന്നത്. ത്തിന്റെ കാൽഭാഗമാണ് മക്കളില്ലെങ്കിൽ ഭാര്യക്ക് നൽകപ്പെടേണ്ടത്. ഇനി മാതാവിനോ? അതെ, പിതാവിന് എത്ര കൊടുക്കേണ്ടത്? ബാക്കി. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പൊ മാതാവിന്റെ അവകാശം എഴുതും. ഭർത്താവ് എത്ര കൊടുക്കേണ്ടത്? ഇവിടെ മക്കളില്ല, നിസ്ഫ്. നിസ്ഫറാല് പകുതി അവകാശം. ഇവിടെ കാൽഭാഗം. ഇവിടെ മാതാവിനോ? ബാക്കിയാണ്. പിതാവിന് ബാക്കി. ഇവിടെ മാതാവിന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും സുലുസുൽ ബാഖി. ഈ രണ്ട് മസ്അലകളെ സംബന്ധിച്ചാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഈ അവസാനത്തെ ഭാഗത്തിൽ വിശദീകരിക്കുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ഇബ്നു കസീർ പറയുന്നു, ഫലൗ കാന മഅഹുമാ, അവരോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, സൗജുൻ ഔ സൗജ, ഭർത്താവോ ഭാര്യയോ ഉണ്ടെങ്കിൽ, വയഖുദു സൗജു നിസ്ഫ, ഭർത്താവ് എത്ര എടുക്കും? ഭർത്താവ് പകുതി അവകാശം എടുക്കും. അതെ. വസ്സൗജത്തു റുബ്അ, ഭാര്യ എത്ര എടുക്കും? സ്വത്തിന്റെ 1/4 റുബ്അ എന്ന വാക്ക് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ثم اختلف العلماء, പിന്നീട് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം വന്നു. ഏത് വിഷയത്തിൽ? മാദാ തഅഖുദുൽ ഉമ്മു ബഅദ ദാലിക്, അതിനുശേഷം, ഏതിനു ശേഷം? ഭർത്താവിനും ഭാര്യയ്ക്കും ഓഹരി പോയതിനു ശേഷം ഉമ്മാക്ക് എന്താണ് അവകാശം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം വന്നു. എന്താ വ്യത്യാസം വരാനുള്ള കാരണം? ഖുർആൻ എന്താ പറഞ്ഞത്? കുട്ടികളില്ലെങ്കിൽ മാതാപിതാക്കൾക്ക്, മാതാവിന് സ്വത്തിന്റെ 1/3 പറഞ്ഞല്ലോ. അപ്പൊ ഇത് സ്വത്തിൽ അവകാശികളായി മാതാപിതാക്കൾ മാത്രമായിരിക്കുമ്പോഴാണ് ഈ ആയത്ത് പറയുന്നത്. അപ്പോൾ ഒരു വിഷയം എന്നതാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മാതാപിതാക്കളുണ്ട്, ഭർത്താവുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളുണ്ട്, ഭാര്യയുണ്ട്. ഈ രണ്ട് മസലകൾക്കാണ് പണ്ഡിതന്മാര്, അനന്തരാവകാശ ശാസ്ത്രത്തിൽ പണ്ഡിതന്മാര് ഇതെല്ലാവരും എഴുതണം കേട്ടോ. ഈ അൽ മസ്അലതാനി അൽ ഉമരിയതാൻ, ഉമറിന്റെ 2 മസ്അലകൾ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 2 മസ്അലകൾ എന്ന് അനന്തരാവകാശ പണ്ഡിതന്മാർ പറയാനുള്ള കാരണം ഇതാണ്. എന്താ കാരണം? ഈ വിഷയത്തിൽ ഈ 2 മസ്അലകളിൽ ആദ്യമായി തീർപ്പ് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലേക്ക്, നാമത്തിലേക്ക് ചേർത്ത് പറഞ്ഞാണ് അൽ മസ്അലതാനി അൽ ഉമരിയതാൻ. എന്താണ് മസ്അല പറയുന്നു? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് എത്ര അഭിപ്രായമുണ്ട്? 3 അഭിപ്രായമുണ്ട്. ഈ 3 അഭിപ്രായം നമ്മൾ എടുക്കാൻ പോകുന്നില്ല, അഹദുഹ മാത്രം എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ അഭിപ്രായം മാത്രമാണ് നമ്മൾ ഉദ്ധരിച്ചത്. ബാക്കിയുള്ള അഭിപ്രായം നമ്മെ ബാധിക്കുന്നില്ല. ജുംഹൂറിന്റെ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരമാണ് ഇമാം ഇബ്നു കസീർ ശരിപ്പെടുത്തിയത്. അന്നഹ തഅഖുദു സുലുസൽ ബാഖി ഫിൽ മസ്അലതൈൻ, ഈ 2 മസ്അലകളിലും, ഈ 2 വിഷയങ്ങളിലും ഉമ്മാക്ക് എത്രയാണ് കൊടുക്കേണ്ടത്? സുലുസൽ ബാഖി. സുലുസൽ ബാഖി എന്നാൽ ബാക്കി സ്വത്തിന്റെ, അതെ, 3/3.
ബാക്കി സ്വത്തിന്റെ മൂന്നിലൊന്ന്. അറബിയിൽ പറയും സുലുസുൽ ബാക്കി എന്ന് പറയും. സുലുസുൽ ബാക്കി. അപ്പൊ ഇവിടെ നമ്മൾ സ്വത്തിനെ 4 ആക്കി വിഭജിച്ചാൽ ഭാര്യയ്ക്ക് എത്ര കൊടുക്കേണ്ടത്? 1. ശരി, ബാക്കി സ്വത്ത് എത്രയാണ്? ബാക്കി സ്വത്ത് 3 ഈ 3ന്റെ ഒരു അവകാശം ആർക്ക് കിട്ടും? ഉമ്മാക്ക്, ഉപ്പാക്ക് 2. മനസ്സിലായല്ലോ? അതായത് ഭാര്യക്ക് 4ൽ 1 അവകാശമാണ്. ബാക്കി സ്വത്തിന്റെ ബാക്കിയാണ് ആർക്ക് നൽകപ്പെടുക? ഉമ്മാക്ക്. സുലുസുൽ ബാക്കി. പിതാവിനോ? പിതാവിന് 2. അതായത് ബാക്കി, അതായത് മാതാവിന് സുലുസുൽ ബാക്കി നൽകിയതിന് ശേഷമുള്ള ബാക്കി അവകാശമാണ് പിതാവിനുള്ളത്. ഇനി ഭർത്താവിൻ്റെ ഇതിലേക്ക് പോകാം. ഇവിടെ പോകുമ്പോൾ ഇവിടെ 6 അവകാശമാക്കി 6 ഭാഗമാക്കി തിരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് പകുതി എന്ന് പറയുമ്പോൾ എത്ര കൊടുക്കേണ്ടത്? 3. 6ന്റെ പകുതി 3. മാതാവിനും അപ്പോൾ ഇവിടെ എളുപ്പത്തിന് വേണ്ടി അറബി ഇതാണ് സുലുസുൽ ബാക്കി, അഥവാ ബാക്കി സ്വത്തിന്റെ 3ൽ 1. ശരി, ഇവിടെ മാതാവിന് എത്ര കൊടുക്കേണ്ടത്? അതായത് ഭർത്താവിന് 3 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി സ്വത്ത് എത്രയാണ്? 3. 3ന്റെ ഒരു ഭാഗം എത്രയാണ്? 1. ബാക്കി 2. അപ്പൊ ഇവിടെ ഈ 2 അവസ്ഥകളിലും മാതാവിന് 1 പിതാവിന് 2, അഥവാ മാതാവിന്റെ ഇരട്ടി അവകാശമാണ് പിതാവിനുള്ളത്. ഈ 2 വിഷയങ്ങൾക്ക് എന്താ പറയാ? അൽ മസ്അലതാനി അൽ ഉമരിയതാൻ. അതാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വളരെ കൃത്യമായി ഇവിടെ വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നു ലിഅന്നൽ ബാഖി കഅന്നഹു ജമീഉൽ മീറാസി ബിന്നിസ്ബതി ഇലൈഹിമാ. എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം തീർപ്പ് നൽകിയത്? അതായത് ബാക്കിയുള്ള സ്വത്താണ് അവരെ സംബന്ധിച്ചിടത്തോളം, ആരെ സംബന്ധിച്ചിടത്തോളം? മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സ്വത്തിന്റെ മുഴുവൻ എന്ന് പറയുന്നത് അവർക്ക് എന്താണ്? ഭർത്താവിനും ഭാര്യയ്ക്കും നൽകിയതിന് ശേഷമുള്ള ബാക്കി സ്വത്തുണ്ടല്ലോ, അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവകാശമുള്ള സ്വത്ത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ക് പ്രകാരം നൽകിയ അവകാശികളുണ്ട്. ആ അവകാശികൾക്ക് ആ കണക്ക് പ്രകാരം നൽകി കഴിഞ്ഞാൽ ബാക്കി സ്വത്ത് അവകാശികളായിട്ടാണ് മാതാപിതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്. എന്താണ്? വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഓരോരുത്തർക്കും സ്വത്തിന്റെ 6ൽ 1 ഫഇൻ ലം യകുൽ ലഹു വലദുൻ, മാതാപിതാക്കൾക്ക് അഥവാ മരിച്ച ആൾക്ക് മക്കളില്ലെങ്കിൽ വരിതഹു അബവാഹു, മാതാപിതാക്കൾക്ക് സ്വത്തിന് അവകാശം ഉണ്ടായാൽ ഫലി ഉമ്മിഹി സുലുസു, മാതാവിന് സ്വത്തിന്റെ 3ൽ 1, ബാക്കി പിതാവിനും പോകും. അപ്പോ മക്കളില്ലെങ്കിൽ സ്വത്തിന്റെ അവകാശികളായി അവർ മാത്രമാണെങ്കിലാണ് സ്വത്തിന്റെ മുഴുവനിൽ നിന്നും 3ൽ ഒരു അവകാശം മാതാവിന് പോകുന്നത്. പക്ഷെ അവിടെ ഭർത്താവും ഭാര്യയും ഉണ്ടായ ഒരു അവസ്ഥ അത് ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ വന്നു. അപ്രകാരം അദ്ദേഹം ഈ 2 മസ്അലകളിലും ഇങ്ങനെയാണ് വിധിച്ചത്. അതുകൊണ്ട് തന്നെ അൽ മസ്അലതാനി അൽ ഉമരിയതാൻ എന്ന് പറഞ്ഞു. ഇവിടെ നിർത്തുകയാണ്. ഇത് ആരുടെ ഖൗലാണ്? വഹാദാ അതിന് മുമ്പ് വഖദ് ജഅല അല്ലാഹു ലഹാ നിസ്ഫ മാ ജഅല ലിൽ അബി, ഉപ്പാക്ക് നൽകിയതിന്റെ പകുതിയാണ് ആർക്ക് നൽകി കൊടുത്തത്? ഉമ്മാക്ക് നൽകി കൊടുത്തത്. വഖദ് ജഅല അല്ലാഹു ലഹാ, അവർക്ക്, ആർക്ക്? മാതാവിന്. നിസ്ഫ പകുതി, ആരുടെ പകുതി? മാ ജഅല ലിൽ അബി, പിതാവിന് നൽകിയതിന്റെ പകുതിയാണ് ആർക്ക് നൽകിയത്? മാതാവിന് നൽകിയത്. ഫതഖുദു, മാതാവിനെ എടുക്കാം. എത്ര എടുക്കാം? സുലുസൽ ബാഖി, ബാക്കിയുടെ 3ൽ 1, ബാക്കി സ്വത്തിന്റെ 3ൽ 1. ഇത് ബാക്കി എന്ന് പറഞ്ഞാല് അതാ പറയാ ഭാര്യക്കോ ഭർത്താവിനോ കൊടുത്തതിന്റെ ബാക്കി. വയഖുദുൽ അബു, ഒരു അബ് വെട്ടിക്കളയാം. വയഖുദുൽ അബുൽ ബാഖി സുലുസൈഹി, അതിന് ശേഷമുള്ള ബാക്കി, അതായത് മാതാവിന് കൊടുക്കുക, അതിന് ശേഷം വരുന്ന 2 അവകാശം സുലുസൈഹി, സ്വത്തിന്റെ 3ൽ 2 ഭാഗവും ഉപ്പ എടുക്കും. ഹാദാ ഖൗലു ഉമറ വ ഉസ്മാന
وأصح الروايتين عن علي عمر رضي الله عنه عثمان رضي الله عنه علي رضي الله عنه عندك قول ഇത് തന്നെയാണ് وبه يقول ابن مسعود وزيد بن ثابت ഇബ്നു മസ്ഊദും സെയ്ദ് ഇബ്നു സാബിത്തും പ്രകാരമാണ് പറയുന്നത്. സെയ്ദ് ഇബ്നു സാബിത്ത് സംബന്ധിച്ച് ഈ വിഷയത്തിൽ പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ സവിശേഷത? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വഅഫ്റദുഹും സെയ്ദ്, അനന്തരാവകാശ വിഷയത്തിൽ ഏറ്റവും പാണ്ഡിത്യമുള്ള സഹാബി വര്യൻ ആരാണ്? സെയ്ദ് റളിയല്ലാഹു അൻഹു. സഹീഹായ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. വഹുവ ഖൗലു അൽ ഫുഖഹാഇ السبعة والأئمة الأربعة وجمهور العلماء. 7 ഫുഖഹാക്കൾ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് മുമ്പ് താബിഈ പണ്ഡിതന്മാരായ 7 ഫുഖഹാക്കൾ, മദീനത്ത് ജീവിച്ച 7 ഫുഖഹാക്കളായിരുന്നു ഫത്വ സംബന്ധമായ വിഷയങ്ങളിൽ അവലംബിക്കപ്പെടാറുള്ളത്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ ഹിജ്റ 150 ശേഷം മരണപ്പെട്ട ഇമാം അബൂ ഹനീഫയാണെങ്കിൽ 150 മരണപ്പെട്ടു. അതിന് മുമ്പുള്ള താബിഈ പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രസിദ്ധരായ മദീനത്ത് ജീവിച്ച അൽ ഫുഖഹാ സബഅ ഉണ്ട്. അവരുടെയും 4 മദ്ഹബ് ഇമാമിങ്ങളുടെയും ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും ഖൗല് ഇപ്രകാരമാകുന്നു. വേറെല്ലാം ഖൗലുകളുണ്ട്, അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ 3ാമത്തെ അവസ്ഥ പറയും. മാതാപിതാക്കൾക്ക് എത്ര അവസ്ഥയുണ്ട്? 3 അവസ്ഥയുണ്ട്. ഒന്ന് മക്കളോടൊപ്പമുള്ള അവസ്ഥ. 2ാമത്തെ അവസ്ഥ അവകാശികളായി അവർ മാത്രം ഉണ്ടാകുന്ന അവസ്ഥ. 3ാമത്തെ അവസ്ഥ എന്താണ്? സഹോദരന്മാരോടൊപ്പം ഉണ്ടാകുന്ന അവസ്ഥ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും ചില ഉദാഹരണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു, സമയവും അതിക്രമിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഉദാഹരണങ്ങളും കൂടുതൽ വിഷയങ്ങളൊക്കെ പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. ഈ ഇൽമ് നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമായ ഇൽമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.